ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്താണ് ഈ രാജ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച ഒരേ ഒരു രാജ്യം അത് ശ്രീലങ്കയാണ്. തന്റെ സുഹൃത്ത് രാജ്യത്തിന് ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യക്കുണ്ട് എന്ന് വ്യക്തമായൊരു നിലപാട് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടുകയാണ്. ശ്രീലങ്കയിലെ ജഫ്നയിലെ കങ്കിരിശ്ശേരി തുറമുഖത്തിന്റെ വികസനത്തിനായി $60 മില്യൺ, അതായത് ഏകദേശം 500 കോടി രൂപ ഇപ്പോൾ ഇന്ത്യ സമ്മാനമായി നൽകാമെന്ന് അറിയിച്ചിരിക്കുകയാണ് എന്നതാണ് ശ്രീലങ്കൻ പ്രസിഡന്റായ അനുരാഗ് കുമാര ദിസാനായിക്കെ അറിയിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമാണ് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ. എന്നാൽ ബന്ധം കൂടുതൽ ശക്തമാകുന്നതാകട്ടെ മോദിയുടെ ഭരണത്തിന് കീഴിൽ വന്നതിന് ശേഷമാണ്. മാത്രമല്ല, വിവിധ മേഖലകളിൽ ഇന്ത്യയുമായി തന്നെ കരാർ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീലങ്ക. ഓർക്കണം, ആഭ്യന്തര അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശ്രീലങ്കയിൽ പ്രസിഡന്റായി തന്നെ അധികാരമേറ്റിരിക്കുന്ന അദ്ദേഹം. എന്നാൽ പോലും മോദിയുടെ ഈ ഒരു പ്രവൃത്തി, അതായത് ഇന്നും അദ്ദേഹം വെച്ചു പുലർത്തുന്ന സൗഹൃദത്തിൽ ഒരു കളങ്കവും ഇല്ല എന്നതാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയിലൂടെ തന്നെ പുറത്തു വരുന്ന മറ്റൊരു വസ്തുത. ന്യൂനപക്ഷ തമിഴ് സമൂഹത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ജഫ്നയ്ക്ക് സമീപത്തുള്ള ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇപ്പോൾ ദിസാനായിക്കെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. മനോഹരമായ തീരപ്രദേശവും നിരവധി ആകർഷണങ്ങളും കാരണം ജഫ്ന ജില്ലയ്ക്ക് ടൂറിസം വികസനത്തിന് വളരെ അധികം സാധ്യതകളുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഇന്ത്യ ഈ ഒരു പദ്ധതിയിൽ പങ്കാളിയാകുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും ശ്രീലങ്കൻ പ്രസിഡന്റ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തുറമുഖം അത് ട്രച്ച് ചെയ്താൽ പുതിയ ബ്രേക്ക് വാട്ടറുകളുടെ നിർമ്മാണം, കപ്പൽ നിർമ്മാണത്തിനായി തന്നെ, അത് നീക്കത്തിനായി തന്നെ ഒരു ആധുനിക ടെർമിനൽ എന്നിവയ്ക്കായാണ് ഇപ്പോൾ ഇന്ത്യ സാമ്പത്തിക സഹായം നൽകുന്നത്. ഈ തുറമുഖത്തിന്റെ വികസനം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഫെറി സർവീസുകൾക്കും ക്രൂയിസ് ടൂറിസത്തിനും വ്യാപാരത്തിനുമായി തന്നെ ഉത്തേജനം നൽകുമെന്നും ദിസാനായിക്കെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയിലെ നാഗപട്ടണം, കരയ്ക്കൽ തുറമുഖങ്ങൾക്ക് വളരെ അടുത്താണ് ഈ ഒരു തുറമുഖം അല്ലെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത്. തുറമുഖത്തിന്റെ വികസനവും നവീകരണവും അത് സാധ്യമാകുന്നതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ദൂരം അത് കുറയ്ക്കാൻ സാധിക്കും. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനിടയിൽ തന്നെ വടക്കൻ ശ്രീലങ്കയിൽ ഇന്ത്യയുടെ ഈ സജീവ പങ്കാളിത്തം തന്ത്രപ്രധാനമായ വീക്ഷണകോണിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.